ജീവിതകാലം മുഴുവൻ വിളമ്പി തരേണ്ടതാണ്. അപ്പൊ ഇവിടെ എന്റെ പെണ്ണ് കാണലാണ് നടക്കുന്നതല്ലേ? മോളെവിടെ പാർവതി? ഞങ്ങൾ അവളെ കാണാനല്ലേ വന്നത്. അവളിവിടെ തന്നെ ഉണ്ട്. നാട്ടുകാരായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. കരുനീലിക്കാവിലെ ആദ്യത്തെ ഡോക്ടറല്ലേ. അവരുടെയൊക്കെ ഒരു സന്തോഷം കാണണം. പാർവതി ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനൊരു സ്ഥലത്ത് വെച്ചായിരിക്കും തീരെ പ്രതീക്ഷിച്ചില്ല. ഇത് സമ്പ്രദായപരമായ ഒരു പെണ്ണ് കാണൽ ചടങ്ങല്ല. പിന്നെ വേണമെങ്കിൽ ഒരു പെണ്ണ് കാണൽ ചടങ്ങായിട്ട് എടുത്തോ. ഏതായാലും വന്നാട്ടെ. ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കാം, എന്നിട്ടാവാം വിശേഷം പറച്ചില്. വന്നു കയറിയല്ലുള്ളൂ, അപ്പൊ തന്നെ ഭക്ഷണം കഴിക്കാനോ? അതിനെന്താ, സാധാരണ പെണ്ണ് കാണൽ ചടങ്ങിന് ചായ സൽക്കാരമാണ് പതിവെങ്കില് ഇവിടെ നമുക്കത് സദ്യയാക്കാം. അന്നദാനം അപ്പുറത്തെ ആ ഹോളി നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വേദിയുടെ അരികില് എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. വന്നാട്ടെ. വരണം വരണം. ആ മണി. ഓ ആ മണി, ഇവർക്കൊക്കെ ഇവിടെയാണ് സദ്യ കൊടുക്കേണ്ടത്. ഗിരി എവിടെ? ആ മോനെ ഗിരി, എന്താ ഇവരെ നമ്മുടെ പ്രധാനപ്പെട്ട അതിഥികളാ. ഇവർക്ക് ഇവിടെ തന്നെ സദ്യ ഒരുക്കണം. പെട്ടെന്നായിക്കോട്ടെ. ഞാൻ എല്ലാം ഉടനെ ശരിയാക്കാം. മകളെ ആ മക്കളെ ചെല്ലേ, ഏട്ടനെ പോയി സഹായിക്ക്. വന്നേ. അതെ, ഇത് അമ്മാവന് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാ. ഇവിടെ സദ്യ വിളമ്പാൻ പറഞ്ഞിരിക്കുക. നിങ്ങളും കൂടെ വന്നെന്നെ സഹായിച്ചു. നേരത്തെ എത്തിയിരുന്നെങ്കിൽ പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ. നേരാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ. വാ. ആ മോനെ ഇന്ദ്ര, ഇതാണ് എന്റെ മകൾ ഡോക്ടർ പാർവതി. ആ ഇതാണ് എന്റെ ഭാര്യ സൗഭാഗ്യ. ഭാഗ്യക്ക് ഇവര് മനസ്സിലായോ? ഇന്ദ്രജിത്തിനെ ഞാൻ നകുലിന്റെ കൂടെ കണ്ടിട്ടുണ്ട്. അപ്പോ ഇന്ദ്രനെ നിനക്ക് അറിയാം. നന്നായി. ഇത് ഇവരുടെ മുത്തശ്ശി. ഇത് വിശ്വജിത്ത്, ഇന്ദ്രജിത്തിന്റെ ജ്യേഷ്ഠൻ. ഇത് ഇദ്ദേഹത്തിന്റെ ഭാര്യ കാഞ്ചന. ആ മോക്ക് ഇന്ദ്രനെ അറിയോ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇന്നെന്തായാലും ഇപ്പൊ കണ്ടല്ലോ. ശരിക്ക് കണ്ടോ? അതെ മോളെ, ഇവരെ നിന്നെ കാണാൻ വന്നതാ. അതുകൊണ്ട് ഇവർക്ക് നിന്റെ കൈ കൊണ്ട് വേണം വിളമ്പിക്കൊടുക്കാൻ. ഇവരെന്തിനാ എന്നെ കാണുന്നത്? അതെ, അല്ല, ഇഷ്ടപ്പെട്ട കൂട്ടിക്കൊണ്ടു പോവാൻ. അത് അല്ല മോനെ, നീ ഇത് പാറുലേക്ക് കൊടുക്ക. ഇവള് വിളമ്പി കൊടുക്കും. കൊടുക്ക. ആ മേടിച്ചോ. ആ അയ്യോ, എനിക്ക് വേണ്ട. നിനക്ക് വേണ്ടേ? ഇവന് കൊടുക്ക്. അല്ല, ഇവിടത്തെ കാര്യം പാറു നോക്കിക്കോളൂ. നീ അന്നദാനത്തിനൊപ്പിക്കോ. അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതല്ല അത്. ആ പൊയ്ക്കോ. ശരിയമ്മ. ജീവിതകാലം മുഴുവൻ വിളമ്പി തരേണ്ടതാണ്. അപ്പൊ ഇവിടെ എന്റെ പെണ്ണ് കാണലാണ് നടക്കുന്നതല്ലേ?
മുത്തശ്ശിക്ക് ഇഷ്ടായോ? ഗിരിയേട്ടാ ചൂടുവെള്ളം വീണിട്ട് ചെറുതായിട്ടൊന്ന് നോക്കട്ടെ? പൊള്ളി. കുഴപ്പമില്ല. പൊള്ളിയോ? എന്താ പറ്റിയേ? ചൂടുവെള്ളം വീണിട്ടെ. എന്ത് പറ്റി കുഴപ്പമൊന്നുമില്ല. ആ, ചൂടുവെള്ളം വീണതാ അപ്പച്ചി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആ മോളെ ഇത്തിരി പുളിശ്ശേരി ഇങ്ങോട്ട് വേണം. ഭാഗ്യ നീ മുത്തശ്ശിക്ക് വിളമ്പി കൊടുക്കും. പുളിശ്ശേരി പുളിശ്ശേരി കൊടുക്കും മുത്തശ്ശിക്ക്. വേണ്ട മാറൂ, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുണ്ട്. അച്ഛാ, ഞാൻ എന്റെ മരുന്നെടുത്തു. മോനെ കുഴപ്പമില്ലെന്നേ. ഇതൊക്കെ നോക്കി ചെയ്യണ്ടേ? അത് ആരാവൻ? അതെ, എന്റെ ഉപ്പും ചോറ് തിന്ന് കിടക്കുന്ന ഒരുത്തനാ. മോനെ ഇനിയും അന്നദാനം കഴിക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തിച്ചേരേണ്ടതാണ്. ഈ രക്തദാന ക്യാമ്പ് വൻ വിജയമാക്കി തീർത്ത എല്ലാ നാട്ടുകാർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. പ്ലഗ് പോയിന്റ് എവിടെ? ദാ അവിടെ ഉണ്ട്. ഗിരിയേട്ടാ! 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 ഏട്ടാ! ഗിരിയേട്ടാ! ഗിരിയേട്ടാ! ഏട്ടാ! നിങ്ങൾ പോയി ആംബുലൻസ് വിളിക്കാൻ പറ. ആരെങ്കിലും ഒന്ന് ആംബുലൻസ് വിളിക്ക് പെട്ടെന്ന്. ഏട്ടാ, നിങ്ങൾ ബഹളം വെക്കാതൊന്ന് മാറി നിന്നേ. മാറ്. എന്താ ഇവിടെ?